ഹദീസിൽ കാണാം മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി, ഒരാൾ രാവിലെയും വൈകുന്നേരവും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നോ 100 മർറ 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ലം യഅതി അഹദുൻ യൗമൽ ഖിയാമത്തി ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി, നാളെ പരലോകത്തേക്ക് വരുമ്പോ അയാളെക്കാൾ വലിയ പ്രതിഫലം കിട്ടുന്ന വേറൊരാളുണ്ടാവൂല. ആരല്ലാതെ? ഇതുപോലെ ചൊല്ലിയ ആളുകളല്ലാതെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നോ രാവിലെ 100 തവണ, വൈകുന്നേരവും 100 തവണ, അങ്ങനെ ദിവസവും നീ അത് ചൊല്ലുകയാണെങ്കിലും നിന്നെക്കാൾ വലിയ പ്രതിഫലം കിട്ടുന്ന വേറൊരാള് നാളെ പരലോകത്ത് വരൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരൊഴികെ? അതുപോലെ ചൊല്ലുന്നവർ ഒഴികെ. ഭയങ്കര കൂലിയ. അപ്പൊ ഉമ്മമാര് കേട്ടോ, രാവിലെ 100 തവണ ചൊല്ലൂലേ? രാവിലെ 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, വൈകുന്നേരം 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇനി ഈ സദസ്സിനൊന്നും കൂടി പറഞ്ഞു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 3 മർറാത്ത്, ഈ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഹീന തുസ്ബിഹു വഹീന തുംസി, രാവിലെയും വൈകുന്നേരവും അങ്ങനെ ഓതിയാൽ, രാവിലെയും വൈകുന്നേരവും ഖുൽ ഹുവല്ലാഹു അഹദ് 3, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 3, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3, അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ ആ ഓത്ത് പതിവായി ഓതുകയാണെങ്കിൽ ആ മനുഷ്യന് തക്ഫീക മിൻ കുല്ലി ശൈ, അന്നേ ദിവസത്തിൽ അവനെ ഉപദ്രവിക്കുന്ന, അവനെ പ്രയാസപ്പെടുത്തുന്ന സകലമാന ദുരിതങ്ങളിലൊന്നും പ്രയാസങ്ങളിലൊന്നും അവനെ സംരക്ഷിക്കാൻ അവൻ അതും മതി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയൊരു സംഭവം പറഞ്ഞേ. ഇപ്പം നമ്മളെ പ്രയാസത്തിലാക്കുന്ന, നമ്മളെ ദുരിതത്തിലാക്കുന്ന, നമ്മളെ കണ്ണീരിലാക്കുന്ന, നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇല്ലാതാവണമെങ്കിൽ, അതാത് ദിവസത്തിലുള്ള ഇടങ്ങേറില്ലാതാവണമെങ്കിൽ രാവിലെ 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ്, രാവിലെ 3 തവണ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, രാവിലെ 3 തവണ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, 3 3 3 9. മനസ്സിലായ? വൈകുന്നേരം അസർക്ക് ശേഷം ഇതുപോലെ 3 3 3 അങ്ങനെ പതിവായി ഓതിക്കോ. തക്ഫീക മിൻ കുല്ലി ഷൈ, നിന്നെ വിഷമത്തിലാക്കുന്ന എന്തൊക്കെയുണ്ടോ അതിൽ നിന്ന് നിനക്ക് അത് സംരക്ഷണം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിതെല്ലാവർക്കും ഓതാൻ ഒരു പ്രയാസമില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് രാവിലെയും വൈകുന്നേരം